ഹലോ ഫ്രണ്ട്സ്, നമുക്ക് പലർക്കും ഇപ്പോൾ PSC അർജൻറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് ഇട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കണ്ടോ, മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് ഇങ്ങനെ ഒരു സ്ക്രീനായിരിക്കും. ഈ സ്ക്രീനിൽ ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുക. ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനൊരു സ്ക്രീനാണ് നമുക്ക് വരുന്നത്. അതിൽ നമ്മൾ ആദ്യം നമുക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ജനറൽ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊരു സ്ക്രീൻ വരും. ഇതിൽ നമ്മൾ ഓൾറെഡി സർട്ടിഫിക്കറ്റ് എപ്പോഴെങ്കിലും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സോ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇനി അത് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഈ ഒരു ഭാഗം ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുക. എന്നിട്ട് നമ്മളിവിടെ ആഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ആഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊരു സ്ക്രീനിലേക്കാണ് നമ്മൾ പോവുക. അവിടെ ആഡ് ന്യൂ സർട്ടിഫിക്കറ്റ് എന്ന് കാണും. ഇതിൽ ഡോക്യുമെൻ്റ് ടൈപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്ന് കൊടുക്കണം. പിന്നെ ഇഷ്യൂ നമ്പർ അത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും, അത് വേണം. ഇഷ്യൂ ഡേറ്റ് കൊടുക്കണം. ഇഷ്യൂഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഈ ഒരു ഓപ്ഷൻ്റെ നമ്മുടെ വില്ലേജ് ഓഫീസറുടെ ഏത് വില്ലേജ് ഓഫീസറാണ് നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ പേരും വില്ലേജ് ഓഫീസിൻ്റെ പേരും വേണം. എന്നിട്ട് സേവ് ചെയ്യാം. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിങ്ക്, ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തത് നമുക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും ഈ നമ്മുടെ പ്രൊഫൈലിൽ മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, ഇതിൽ പോയിട്ട് നമ്മുടെ പഴയ മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ആ ഒരു സ്ക്രീനിലേക്ക് തന്നെ നമ്മൾ പോകും. അത് പോകുന്ന സമയത്ത് ഈ മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഇത് തന്നെ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഈ ഒരു സ്ക്രീൻ വരുമല്ലോ. ഇതിൽ ഇനിയാണ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത്. അത് നമ്മൾ ചെയ്യേണ്ടത് ഈ ജനറൽ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ താഴെ ഒരു സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ലിങ്ക് കാണും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് ഇങ്ങനെ ഇതുപോലെ ഒരു സ്ക്രീനായിരിക്കും വരിക. അതായത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷനും SSLC +2 BSc B.Ed MSc കേട്ടിട്ടുണ്ടെങ്കിൽ അത്, സെറ്റ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസിൻ്റെയും അവിടെ ഒരു പ്ലസ് മാർക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഓൾറെഡി വെരിഫിക്കേഷൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഗ്രീൻ ടിക്ക് മാർക്ക് വന്നിട്ടുള്ളത്. അത് വെരിഫിക്കേഷൻ കഴിഞ്ഞ ആൾക്കാർക്ക് വരുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്നും ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയൊരു സംഭവമേ വരില്ല. ഈ ഗ്രീൻ മാർക്കോ അല്ലെങ്കിൽ ഈ റെഡ് ഉള്ള ഈ ഒരു PDF-ൻ്റെ ചിഹ്നം ഒന്നും വരില്ല. ജസ്റ്റ് പ്ലസ് മാർക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ടാകും. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പ്ലസ് മാർക്ക് നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ ജനറൽ സർട്ടിഫിക്കറ്റ്, അതായത് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ ഇവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സൊക്കെ ജസ്റ്റ് നമ്മൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ആദ്യം ഡീറ്റെയിൽസ് ആഡ് ചെയ്തതാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ നേരെ ഇങ്ങനെ പ്ലസ് മാർക്ക് ഉണ്ടാവും. അത് ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും ഡോക്യുമെൻറ്റ്സ് ഇതിലേക്ക് സ്കാൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇങ്ങനെയൊരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തല്ലോ, അതിനുശേഷം ആ ഒരു പേര് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്നും നമ്മുടെ ഇഷ്യൂ നമ്പർ, അതുപോലെ ഡേറ്റ്, ഇഷ്യൂഡ് ബൈ ആരാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ളതിൻ്റെ നേരെ ഒരു പ്ലസ് മാർക്ക് വന്നിട്ടുണ്ടാകും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി അതിന് പ്രത്യേക സൈസൊക്കെ പറയുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാവും. അതായത് നമ്മൾ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ പോവാതെ നോക്കണം. ഇനി ഇതിന് ശേഷം നമുക്ക് ക്ലിയർ ഉണ്ടോ, നമുക്ക് വേണമെങ്കിൽ വീട്ടിലെത്തിയിട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് നമ്മളിനിയിപ്പോൾ കഫേയിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് തന്നെ നമ്മുടെ ഫോണിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിന് ക്ലിയർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ മൈ പ്രൊഫൈലിൽ പോയിട്ട് ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് നോക്കിയിട്ട് സ്കാൻഡ് ഡോക്യുമെൻറ്റ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീൻ വീണ്ടും തുറന്ന് കാണും. എന്നിട്ട് നമ്മൾ ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു റെഡ് മാർക്ക് വെച്ചിട്ടുള്ള PDF-ൻ്റെ ഒരു ചിഹ്നം വന്നിട്ടുണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വരും.
ഇങ്ങനെ കറക്റ്റ് നമുക്ക് ആ PDF കാണാം. ഈ PDF നമ്മൾ എന്നിട്ട് നമുക്ക് വായിക്കാൻ പറ്റും, നമ്മളൊന്ന് സൂം ചെയ്തിട്ട് കറക്റ്റ് വായിക്കാൻ പറ്റുന്നുണ്ടോ, ക്ലിയർ ആണോ ഡോക്യുമെൻറ്റ്സ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ മറ്റുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്കങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ക്ലോസ് മാർക്ക് കണ്ട് ഇവിടെ ഈ ക്ലോസ് ചെയ്യാനുള്ള ക്രോസ് മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊഫൈൽ ലോഗ് ഔട്ട് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുകയും ചെയ്യാം. കാരണം ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇപ്പം ആദ്യം തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നമ്മളെ കൊണ്ട് അവർ വീണ്ടും അപ്ലോഡ് ചെയ്യിക്കുന്നതാണ്. അപ്പം നമ്മൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി അത് ചെയ്യാതിരിക്കണമെങ്കിൽ അപ്പം ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ നല്ല കറക്റ്റായിട്ട് ക്ലിയർ ഡോക്യുമെൻറ്റ്സ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.